നമസ്കാരം കുമാർജി. രാജ്യം ഇപ്പോൾ യുദ്ധഭീഷണി അല്ല രാജ്യത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായി നിൽക്കുന്നത് അടുക്കളയിലെ യുദ്ധത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും ഇത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്താമാധ്യമങ്ങൾ മിക്ക ഹോട്ടലുകളുടെയും അടുക്കളയിലാണ് ഇപ്പോൾ വാർത്താമാധ്യമങ്ങളുടെ സ്ഥാനം. അവിടെ നിന്നുള്ള ലൈവ് റിപ്പോർട്ടിങ്ങോടുകൂടിയാണ് പല ചാനലുകളുടെയും വാർത്തകളുടെ ഹെഡ്ലൈൻസിൻ്റെ തുടക്കം തന്നെ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പാചകവാതക ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? നമുക്കറിയാം യുദ്ധമാണ്, ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങൾ വീർപ്പിച്ച് ഇത്രയും പെരുക്കി കാണിക്കുന്ന ഒരു ഭീതി ഇപ്പോൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ല, ആ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പ്രതിസന്ധിയിലേക്ക് പോകാം. കാരണം ഈ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജ്യത്ത് പാചകവാതക കണക്ഷനുകളുടെ എണ്ണം വലിയ കുറവായിരുന്നു. അതിനേക്കാളും 10 ഇരട്ടി പാചകവാതക കണക്ഷനുകൾ ഇപ്പോഴുണ്ട്. അതിനപ്പുറം അന്ന് ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മാസം കഴിഞ്ഞേ വരാറുള്ളൂ. ഇന്നിപ്പോൾ 2 ദിവസം വൈകിയപ്പോഴാണ് ഈ വലിയ കോലാഹലങ്ങൾ, DYFIയുടെ സമരമൊക്കെ നമ്മൾ കാണുന്നത്. അത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ പ്രതിസന്ധി ഉണ്ടോ എന്നുള്ളതാണ്. സത്യത്തിൽ നമ്മുടെ ദില്ലി പോലെയുള്ള നഗരങ്ങളിൽ, അതുപോലെ മറ്റ് പല പ്രദേശങ്ങളിലുമെല്ലാം, ഉത്തരേന്ത്യയുടെ പല പ്രദേശങ്ങളിലുമെല്ലാം ഈ ഡീലർമാരുടെ സ്ഥലത്തേക്ക് ആളുകൾ കുറ്റിയുമായി വരുന്നുണ്ട്. അത് അവിടെ ഒരു ക്യൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ തോതിലുള്ള തിക്കും തിരക്കും ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വ്യാജ പ്രചരണങ്ങളാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് നേരെ താക്കീതൊക്കെ നൽകിയതാണ്. കാരണം രാജ്യത്ത് നിലവിൽ പാചകവാതകത്തിന് പ്രതിസന്ധിയൊന്നുമില്ല. പക്ഷേ പ്രതിസന്ധി വരും, ഗ്യാസ് ഇല്ല, അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഡീലർ അടുത്ത് പോയി ഗ്യാസ് നിറച്ച് വയ്ക്കണം എന്നൊരു പ്രചാരം വാട്സപ്പുകളിലൂടെയും മറ്റുമൊക്കെ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലർമാരുടെ ഔട്ട്ലെറ്റുകളിൽ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ, ഗ്രാമീണ വിസ്താരകന്മാരുടെ ഏജൻസിക്ക് മുന്നിലെല്ലാം ഇത്തരത്തിൽ ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ക്യൂ അവിടെ പല സ്ഥലങ്ങളിലും വാർത്തയാകുന്നുണ്ട്. അത് ഈ കേരളത്തിലെ മാധ്യമങ്ങളിലും വാർത്തയാകുന്നുണ്ട്. പക്ഷേ അത്തരം പ്രചാരവേലകൾ കേരളത്തിൽ ഇതുവരെ ഏറ്റിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏജൻസികൾക്ക് മുമ്പിലൊന്നും അങ്ങനെ തള്ളലും അടിയും ബഹളവും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലാണ് ഈ പാചകവാതക പ്രതിസന്ധി രൂക്ഷമാണ് എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ 2 ദിവസമായി നടത്തുന്നത്. ഇതിന് പിന്നിൽ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും കേരളത്തിലെ ചില മാധ്യമങ്ങളുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവരാണ് പാചകവാതക പ്രതിസന്ധി തുടരുന്നു, ഞങ്ങളുടെ കീഴിലുള്ള ഏതാണ്ട് 50% ഹോട്ടലുകളും പൂട്ടിയിടുന്നു, തുറന്നു കിടക്കുന്ന ഹോട്ടലുകളിൽ തന്നെ 50% മെനുകളും ഇല്ല, മെനു വെട്ടിക്കുറയ്ക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾക്ക് നൽകി ഇവിടെ വെറുതെ ഒരു ക്ഷാമം സൃഷ്ടിച്ചെടുക്കുകയാണ്. ഗാർഹിക മേഖലയിൽ ഇങ്ങനെ ഒരു പ്രചരണമൊന്നും കാണുന്നില്ല. പക്ഷേ ഹോട്ടൽ മേഖലയിൽ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നവരാണല്ലോ, നമ്മൾ കാണുന്ന ഹോട്ടലുകളൊന്നും പൂട്ടിക്കിടക്കുന്നില്ല, നമ്മൾ പോകുന്ന ഹോട്ടലുകളിലൊന്നും മെനു വെട്ടിക്കുറച്ചിട്ടുമില്ല. പിന്നെ ഈ എങ്ങനെയാണ് ഈ പറയുന്ന ഹോട്ടലുകളെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന മാധ്യമ പ്രതിനിധികളുമെല്ലാം ഹോട്ടലിൽ പോയിട്ടാണ് അവിടെ ഉടമയുടെ ബൈറ്റ് എടുത്തതിന് ശേഷം പറയുകയാണ് കേരളത്തിൽ പാചകവാതക പ്രതിസന്ധിയെന്ന്. ഹോട്ടൽ ഉടമ എന്താണ് പറയുന്നത്? ഇത് ഒരു ദിവസത്തേക്കുള്ള ഗ്യാസേ ഉള്ളൂ, ഇനി നാളെ മുതൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത്. നാളെ മുതൽ കട പൂട്ടിയിടും. അത് 2 ദിവസമായി അങ്ങനെ പറയുകയാണ്. ഒരു ദിവസം ഇത് സത്യത്തിലൊരു ഗൂഢാലോചന മണക്കുന്ന കാര്യമാണ്. കേരളത്തിൽ പാചകവാതക പ്രതിസന്ധി ഉണ്ട് എങ്കിൽ അത് വാർത്തയാക്കപ്പെടണം. അത് തീർച്ചയായും അത് വാർത്തയാകും. പക്ഷേ ആ പാചകവാതക പ്രതിസന്ധി നമ്മൾ എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? കേരളത്തിൽ അംഗീകൃത ഡീലർമാരുണ്ട്, പാചകവാതക കമ്പനികളുടെ ഓഫീസുകളുണ്ട്, അംഗീകൃത ഡീലർമാരുണ്ട്, ഏജൻസികളുണ്ട്, ഗ്രാമനഗരങ്ങളിലെല്ലാം നിരവധി ഏജൻസികളുണ്ട്. ഇവിടെ നിന്നല്ലേ ഇവരുടെ ബൈറ്റുകളല്ലേ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ നിന്നല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇവിടെ പാചകവാതക പ്രതിസന്ധി ഉണ്ടോ, സ്റ്റോക്ക് ഇല്ലാത്ത അവസ്ഥയുണ്ടോ, ഇവരുടെ പാചകവാതക റീഫിൽ സിലിണ്ടറുകൾ നൽകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ, അവരുടെ ഉത്തരങ്ങൾ എടുത്തുകൊണ്ടല്ലേ സത്യത്തിൽ ഈ ഒരു പ്രചരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കേണ്ടത്. പക്ഷെ നേരെ മറിച്ച് ഹോട്ടലുകളിലേക്ക് പോയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത നടക്കുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിനകത്ത് ഒരു വലിയ ഗൂഢാലോചന സംശയിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കും ഈ ഗൂഢാലോചന കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാര്യം ഇത് നമുക്കറിയാം, ഈ വലിയ പ്രതിസന്ധി ഇല്ലെങ്കിൽ ഇതൊക്കെ പരിഹരിക്കപ്പെടുമെന്നറിയാം. പക്ഷേ എവിടെയോ എന്തോ ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ ഇവർ, അത് കണ്ടിട്ടാണ് ഈ ഗൂഢാലോചന. അപ്പോൾ എവിടെയാണ് ശരിക്കും അത് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, ഈ ഗാർഹിക ഉപഭോക്താക്കളുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ആശങ്ക സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ പലരും നമ്മുടെ കേരളത്തിലെ ഗാർഹിക മേഖല അത്ര കണ്ട ട്രാപ്പിലേക്ക് വീണില്ല. കാരണം
അവർ പലതരത്തിലും റീഫില്ലൊക്കെ ചെയ്തു വച്ചുവെങ്കിലും കാരണം നമുക്കറിയാലോ നമ്മുടെ നാട്ടിലെ ഈ വിറകിൻ്റെയും ഒക്കെ അവൈലബിലിറ്റി അത് കാരണം അങ്ങനെ ഒരു ആശങ്കയിലേക്ക് പോയില്ല. പക്ഷേ ഹോട്ടൽ മേഖലയിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഇവരുടെ ഒരു ധാരണ. ഇത് കരിഞ്ചന്തക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിലൊരു പരിധിവരെ കേന്ദ്ര സർക്കാരിൻ്റെ ബന്ധപ്പെട്ട മന്ത്രാലയത്തിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അലംഭാവവും അനാസ്ഥയൊക്കെ ഉണ്ട്. അത് ഈ ഗ്യാസിൻ്റെ ഒരു വിതരണം പണ്ട് കാലങ്ങളിലൊക്കെ ഗ്യാസ് ബുക്ക് ചെയ്യണം, സീനിയോറിറ്റി കിടക്കണം, അതിനുശേഷം ഗ്യാസ് അടുപ്പ് വരും, അടുപ്പ് വന്നതിന് ശേഷം 4 മാസം കഴിഞ്ഞ് അതിൻ്റെ സിലിണ്ടർ വരും, ഗ്യാസും സിലിണ്ടറും വന്ന് 2 മാസം കഴിഞ്ഞാലേ റെഗുലേറ്റർ വരികയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഗ്യാസ് അത്ര പെട്ടെന്ന് സാധാരണക്കാരന് ഗ്യാസ് കണക്ഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഗ്യാസ് കണക്ഷൻ എടുത്താൽ തന്നെ റീഫിൽ സിലിണ്ടറുകൾ ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് അത്രമാത്രം വ്യാപകമായിരുന്നില്ല. പക്ഷേ ഇന്നങ്ങനെയല്ല. ഗ്യാസ് ഏജൻസികൾ എത്രമാത്രം ഏജൻസികളാണ്, ഈ കുഗ്രാമങ്ങളിലേക്ക് വരെ ഗ്യാസ് ഏജൻസികൾ പോയി ചോദിക്കുന്നവർക്കെല്ലാം വാരിക്കോരി ഗ്യാസ് കൊടുത്തു തുടങ്ങി. കാരണം രാജ്യത്ത് ഗ്യാസിൻ്റെ ഒരു ഉപഭോഗം കൂട്ടുക, വിറക് അടുപ്പ് കത്തിക്കുന്നത് കൊണ്ടുള്ള ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുക എന്ന ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായി പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും വ്യത്യാസമില്ലാതെ എല്ലാവരുടെ വീടുകളിലേക്കും ഗ്യാസ് എത്തി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ലിബറൽ നയം, ഒരു ഉദാര നയം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ മറവാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ അംഗീകൃത ഗ്യാസ് സിലിണ്ടറുകൾ ഈ പറയുന്ന കരിഞ്ചന്തക്കാരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ കയ്യിൽ ധാരാളം സിലിണ്ടറുകളുണ്ട്. അവർ പല രീതിയിലുള്ള കള്ളത്തരങ്ങളുണ്ട്. ഇപ്പോൾ സിംഗിൾ സിലിണ്ടർ മാത്രമുള്ള ഉപഭോക്താക്കളിലേക്ക് ഞങ്ങൾ അഡീഷണൽ സിലിണ്ടർ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കരിഞ്ചന്തക്കാർ സമീപിക്കുന്നു. 1, 2, 3 ഇരട്ടി വിലയ്ക്ക് അഡീഷണൽ സിലിണ്ടർ കൊടുക്കുന്നു. അത്യാവശ്യമുണ്ട് എങ്കിൽ ഈ കരിഞ്ചന്തക്കാരനെ വിളിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും നിമിഷങ്ങൾക്കുള്ളിൽ സിലിണ്ടർ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ ഹോട്ടലുകാർക്ക്, കാറ്ററിംഗ് വർക്കേഴ്സിന്, ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് കേരളത്തിലെ കരിഞ്ചന്ത മാഫിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കതൊരു അവസരമാക്കി മാറ്റാൻ. ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് കൊണ്ടോട്ടിയിൽ ഇത്തരത്തിൽ കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽപ്പന നടക്കുന്നു എന്നുള്ളതാണ്. അതായത് വാഹനത്തിൽ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഗ്യാസ് ഗാർഹിക ആവശ്യത്തിന് മറിച്ച് വിൽക്കുന്നു. സിലിണ്ടർ ഒന്നിന് 2000 രൂപയ്ക്കെന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. കാര്യം, സംസ്ഥാനത്ത് ഇൻഡക്ഷൻ കുക്കർ പ്രവർത്തിക്കുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുന്നതിന് കാരണമായെന്നും വൈദ്യുതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് ഓടുന്ന മിക്ക ബസ്സിൻ്റെയും ബസ് പാനലിൽ നമ്മൾ കാണുന്നുണ്ട് പവർ കട്ട് ഇല്ലാത്ത കേരളമെന്ന്. പക്ഷേ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ പവർ കട്ടുള്ള കേരളം ആയി മാറേണ്ടി വരും എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. ശരിക്കും ഈ പറഞ്ഞതുപോലെ ഇത് ഒന്നിൽ ഒരു വിഷയത്തിൽ നിൽക്കുന്നില്ല. ഒന്നിൽ തൊട്ട് പല കാര്യങ്ങളിലേക്ക് പോവുകയാണ്, ഇല്ലേ കുമാർ? തീർച്ചയായും ഈ യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും ഗ്യാസ് കിട്ടാൻ വളരെയധികം പ്രതിസന്ധി നേരിട്ടിരുന്ന നമ്മുടെ നാട്ടിൽ ഗ്യാസ് ഇപ്പോൾ സുലഭമായി ലഭിക്കുന്നു. യുദ്ധം തുടങ്ങി ഇപ്പോൾ 15 ദിവസം ആകുന്നു. അപ്പോഴും ഗ്യാസിന് വലിയ പ്രതിസന്ധിയൊന്നും ഇവിടെയില്ല, യഥാർത്ഥത്തിലില്ല. കാരണം ഗ്യാസ് പ്രതിസന്ധി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഔദ്യോഗികമായ ഉറവിടങ്ങളിൽ ഇത്തരം മുന്നറിയിപ്പുകൾ വരുമ്പോഴാണ്. അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഔദ്യോഗികമായി തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമോ അല്ലെങ്കിൽ വിവിധ ഗ്യാസ് ഏജൻസികളോ സംസ്ഥാന സർക്കാരോ എല്ലാം കൃത്യമായ മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകാറുണ്ട്. ആ മുന്നറിയിപ്പ് വന്നാൽ മാത്രമേ ജനം പാനിക്കാകേണ്ട കാര്യമുള്ളൂ. ഇതില്ലാതെ മറ്റ് പലയിടങ്ങളും, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കേരളത്തിൽ പാചകവാതക ക്ഷാമമുണ്ട് എന്ന് സ്ഥിരീകരിച്ച് ജനങ്ങളെ അറിയിക്കാൻ അവരാരാണ്? അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകൾ കരിഞ്ചന്തക്കാർക്ക് കൂട്ടുനിൽക്കുകയാണ്. കരിഞ്ചന്തക്കാർക്ക് ഗ്യാസ് വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, വലിയ രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ യുദ്ധ സാഹചര്യത്തെ മുതലെടുക്കുകയാണ്. രാജ്യത്തിനകത്ത് 40% നമുക്ക് ആവശ്യമുള്ള ഗ്യാസിൻ്റെ 40% രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ആ 40% ഉൽപ്പാദനം അത് 30% കണ്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ. മാത്രമല്ല, ഓരോ ദിവസവും പുറത്തേക്ക് വരുന്ന, അതായത് ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സിലിണ്ടറുകളുടെ എണ്ണത്തിൽ വർധനവ് മാത്രമേ ഉള്ളൂ, യാതൊരു കുറവുമില്ല. അപ്പോൾ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും ഏജൻസികളിലേക്ക് സിലിണ്ടറുകൾ പോകുന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ സിലിണ്ടറുകൾ എവിടെയെങ്കിലും ലഭിക്കുന്നില്ല എങ്കിൽ ഇത് എവിടെ പോകുന്നു എന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കണം. നമുക്കറിയാം, അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് സിലിണ്ടറുകൾ കരിഞ്ചന്തക്കാരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്.
ഇപ്പോഴിതാ മലപ്പുറത്ത് അതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. കേരളമെമ്പാടും അത്തരം പരിശോധനകൾ ആരംഭിക്കാൻ പോകുന്നു. അത്തരത്തിലുള്ള കരിഞ്ചന്തക്കാർ യാതൊരു മറയുമില്ലാതെയാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത്. അവരെ പോലീസുകാർ നേരിട്ട് കണ്ടിട്ട് പോലും പോലീസുകാർ അവരെ മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അവരെ പിടികൂടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് കരിഞ്ചന്തക്കാർ ഒരു അംഗീകൃത വിൽപ്പനശാലയായി മാറുകയാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു കരിഞ്ചന്തക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും കേരളത്തിലെ ചില ചാനലുകളും ചേർന്ന് പടച്ചുവിടുന്ന ഉടായിപ്പ് ക്ഷാമ വാർത്ത മാത്രമാണ് നമുക്കിതിൽ നിന്ന്. ക്ഷാമമുണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് ചെയ്യട്ടെ. കേരളത്തിലെ ഏതെങ്കിലും അംഗീകൃത ഡീലർമാരുടെ ഓഫീസിന് മുമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. ഇവിടെ ഇത്രയും പേർ വന്നിട്ടുണ്ട്, ഇവർക്ക് കൊടുക്കാൻ ആവശ്യമായ സിലിണ്ടർ സ്റ്റോക്ക് ഇവിടെ ഇല്ല, ഇവിടെ ആകെ ബഹളമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ. ഇതില്ലാതെ ഹോട്ടലുകളുടെ ഉടമകളിൽ നിന്നും വ്യാജ ബൈറ്റുകൾ എടുക്കുക. 2 ദിവസത്തേക്ക് മാത്രമേ ഞങ്ങൾക്ക് 1-2 ദിവസം കഴിയുമ്പം ദിവസത്തേക്കുള്ള ഗ്യാസ് മാത്രമേ സാധാരണ ഹോട്ടലുകളിൽ സൂക്ഷിച്ചു വയ്ക്കാറുള്ളൂ. മാസക്കണക്കിനുള്ള ഗ്യാസ് അവിടെ സൂക്ഷിച്ചു വയ്ക്കാറില്ലല്ലോ. ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ അവിടേക്ക് സിലിണ്ടർ എത്തുകയാണ് പതിവ്. അപ്പം ആ രീതിയിലുള്ള ബൈറ്റുകൾ എടുത്ത് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ചും ഗാർഹിക മേഖലയിൽ യാതൊരുവിധ ഷോർട്ടേജുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കൊമേഴ്സ്യൽ മേഖലയിലും അത്തരം ഒരു ഷോർട്ടേജ് ഒന്നുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഹോട്ടലുകാരുടെ അല്ലെങ്കിൽ ഹോട്ടൽ അസോസിയേഷൻകാരുടെ അജണ്ട അതൊരു പക്ഷേ ഈ കരിഞ്ചന്തക്കാരെ സഹായിക്കാൻ തന്നെയായിരിക്കും. ഒരു പരിധിവരെ മാധ്യമങ്ങളും ദൗർഭാഗ്യവശാൽ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗികമായി പ്രധാനമന്ത്രി വരെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, യാതൊരു കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു കുറവും വന്നിട്ടില്ല. തീർച്ചയായും ഒട്ടനവധി ജനങ്ങൾ ഈ പരിഭ്രാന്തിയോടുകൂടി സാധാരണ എത്താറുള്ളതിൻ്റെ ഇരട്ടിയോ അതിലിരട്ടിയോ ഒക്കെ ആൾക്കാർ ഡീലർഷിപ്പുകളിൽ വരുമ്പോൾ അവർക്ക് ഷോർട്ടേജ് ഉണ്ടാകാം. അങ്ങനെ അവിടെ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടാകാം. ഇതിനെ ഒരു ഷോർട്ടേജായി വ്യാഖ്യാനിക്കുക, ആ ക്യൂവിനെ രാജ്യത്ത് പാചകവാതകമില്ല എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുക. ഇനി യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ടേജ് വരും ആ പ്രദേശത്ത്. കാരണം നമുക്കറിയാം നമ്മുടെ ഭാരതത്തിൻ്റെ ഇറക്കുമതി നേരത്തെ സൂചിപ്പിച്ചതിൽ 60% ഉപഭോഗത്തിന് ഇറക്കുമതിയാണ്. ആ ഇറക്കുമതിയുടെ 80-85% ഈ പറയുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് വരുന്നത്. സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെയാണ് LPG കിട്ടേണ്ടത്. ഇനി അവിടുത്തെ ഒരു സപ്ലൈ ചെയിൻ മുറിഞ്ഞു പോയാൽ പോലും ഇന്ത്യക്ക് LPG നൽകാം എന്ന് വാഗ്ദാനങ്ങൾ കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്ന് വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കഴിയും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിലവിൽ യാതൊരുവിധ ആശങ്കയ്ക്കും ഇടയുണ്ടാവേണ്ട സാഹചര്യമില്ല. ഈ അടുത്ത കാലത്ത് 60 രൂപ വില വർദ്ധിച്ചതാണ് ഒരു പരിധിവരെ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. യുദ്ധ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഷോർട്ടേജ് ഉണ്ടായാൽ പോലും അത് രാജ്യം ഒരുമിച്ച് നിന്ന് നേരിടേണ്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം DYFIയുടെ നേതാവ് പരിഹരിച്ച് കണ്ടതാണ് നമ്മൾ പ്രധാനമന്ത്രി ചാണക യോജന വാതക യോജന വരും എന്ന്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അത് അദ്ദേഹത്തിന്റെ വിവരക്കുറവെന്നേ പറയാവുള്ളൂ. കാര്യം ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചുള്ള ഒരു പ്രധാനമന്ത്രിയുടെ പദ്ധതി പ്രത്യേകിച്ച് ഉണ്ട്. ചാണകം അദ്ദേഹം കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ചാണകം ഉണ്ടെന്നും ചാണകത്തിൽ നിന്ന് വാതകം ഉണ്ടെന്നും അങ്ങനെ വാതകം എടുക്കാനുള്ള യോജനകൾ ധാരാളം ഉണ്ടെന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിക്ക് അത് അറിയാമെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൃത്യമായി അത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതുമാണ്. എന്തായാലും ആ രീതിയിൽ തന്നെയുള്ള പ്രചരണങ്ങളാണ്. നമ്മുടെ സിനിമാ താരമായിട്ടുള്ള മീനാക്ഷി ഒരു ഗ്യാസ് സിലിണ്ടറും പിടിച്ചു നിൽക്കുന്ന ചിത്രം, അത് അടക്കം വളരെ വ്യാപകമായി തന്നെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആക്രമണം എന്ന രീതിയിൽ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഒരു രാഷ്ട്രീയമായ ഒരു പ്രചരണം മാത്രമാണ്. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങളുമില്ല. പക്ഷേ അതിനകത്ത് ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന, അനാവശ്യമായി ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്ന, രാജ്യത്തിന് തന്നെ അപകടകരമായേക്കാവുന്ന രീതിയിലുള്ള പ്രചരണം വരുത്തുന്ന, ഇന്നിപ്പോൾ ഈ നോട്ട് നിരോധന കാലത്തുള്ളതുപോലെയുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ ക്യൂ നിന്നൊരാൾ മരിച്ചുവെന്ന് വാർത്തയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അത് ഈ രാഷ്ട്രീയമായ പ്രചരണങ്ങൾ മാത്രമാണ്. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.